മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 33 മുതൽ 35 വരെ വാക്യങ്ങൾ. സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 7 വേഴ്സ് 33 to 35. ഈശോവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവന്റെ ചെവികളിൽ വിരലുകൾ ഇട്ടു, തുപ്പലുകൊണ്ട് അവന്റെ നാവിൽ സ്പർശിച്ചു. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, എഫാത്ത, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. ഉടനെ അവന്റെ ചെവികൾ തുറന്നു, നാവിന്റെ കെട്ടഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. ദൈവനാമത്തിൽ രോഗസൗഖ്യം പ്രാപിക്കുകയും അത് സംഭവിക്കുമെന്ന വിശ്വാസത്തിൽ ഒരു പ്രവർത്തനം എല്ലാവരും കാണുക ചെയ്യുകയും ചെയ്തപ്പോൾ രോഗസൗഖ്യമുണ്ടായി. മറിച്ചൊരനുഭവം ഉണ്ടാകുകയില്ലെന്ന് ഈശോയ്ക്ക് പൂർണ്ണ നിശ്ചയമുണ്ടായിരുന്നു. ബൈബിളിൽ നാം വായിക്കുന്ന സകല അത്ഭുതങ്ങളിലും ഈ പ്രവർത്തന രീതി കാണാം. വലിയ ജലപ്രളയമുണ്ടാകുമെന്ന് നോഹ പ്രസംഗിക്കുകയും അതോടൊപ്പം കരയ്ക്ക് കപ്പൽ പണിത് വയ്ക്കുകയും ചെയ്തു. മോശയുടെ വടി നീട്ടിയപ്പോൾ ചെങ്കടലിലെ ജലം വിഭജിക്കപ്പെട്ടു. നിലത്തിട്ടപ്പോൾ പാമ്പായി തീർന്നു. പാറയെ അടിച്ചപ്പോൾ ജലം പുറപ്പെട്ടു. ശൂനൻകാരിയുടെ മകനെ ഉയർപ്പിച്ചപ്പോൾ എലീശുവ ശരീരത്തിന്മേൽ കിടന്ന് പ്രാർത്ഥിച്ചു. മോശ വടി നീട്ടിയപ്പോഴും പ്രവാചകൻ ശവശരീരത്തിൽ കിടന്ന് പ്രാർത്ഥിച്ചപ്പോഴും നോഹ പെട്ടകം പണിത് തീർന്നപ്പോഴും ഒന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അവർ എത്രയധികം അപമാനിതരാകുമായിരുന്നു. ചൈനയിലേക്കുള്ള യാത്രാമധ്യേ കാറ്റ് നിന്നുപോയതിനാൽ പായ്ക്കപ്പലിൽ യാത്ര തുടരുവാൻ അസാധ്യമായി. കാറ്റിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കപ്പലുണ്ടായിരുന്ന ഹഡ്സൺ ടൈലറോട് ക്യാപ്റ്റൻ ആവശ്യപ്പെട്ടു. കപ്പൽ പായ്കൾ ഉയർത്തി വിരിച്ചു കെട്ടുവാൻ ടൈലർ നിർബന്ധിച്ചു. മനസ്സില്ലാ മനസ്സോടെ ഹഡ്സൺ ആവശ്യപ്പെട്ടതുപോലെ ക്യാപ്റ്റൻ പായ്കൾ ഉയർത്തി. അദ്ദേഹം ക്യാബിനിൽ നിന്ന് പ്രാർത്ഥന ആരംഭിച്ചു. പെട്ടെന്ന് കടലിൽ ശാന്തതയുണ്ടായി. കപ്പൽ യാത്ര തുടരുകയും ചെയ്തു. വളർച്ച പ്രാപിച്ച വിശ്വാസത്തിന്റെ പ്രദർശനമാണ് അത്തരം പ്രവൃത്തികൾ. വിശ്വാസ വാക്കുകൾക്ക് അർത്ഥം പൂർത്തീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്താൽ അതിന് ദൈവം നിശ്ചയമായും ഫലം തരും. ദൈവം ഇടപെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അതോട് ചേർന്ന് ദൈവം പ്രവർത്തിക്കും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും ഞങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.